വചനം 37 വാക്കർത്ഥം. ലയ്യനാല എത്തുന്നതല്ല തന്നെ അല്ലാഹുവിങ്കൽ ലുഹൂമുഹ അവയുടെ മാംസം വലാ ദിമാഉഹ അവയുടെ രക്തവും എത്തുകയില്ല. വലാക്കിൻ പക്ഷേ എങ്കിലും യനാലുഹു അവങ്കൽ എത്തുന്നു അത്തഖ്വ ഭക്തി ഭയഭക്തി മിൻകും നിങ്ങളിൽ നിന്ന്. കദാലിക അപ്രകാരം സഖറഹ അവയെ അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ലിതുകബ്ബിറു നിങ്ങൾ തക്ബീർ അഥവാ മഹത്വപ്രകീർത്തനം നടത്തുവാൻ വേണ്ടി തക്ബീർ മുഴക്കുവാനായി അല്ലാഹുവിനെ അലാമ ഹദാക്കും അവൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തതിന് വബശ്ശിർ സന്തോഷവാർത്തയും അറിയിക്കുക അൽ മുഹ്സിനീൻ സുഹൃതവാന്മാർക്ക് പുണ്യകർമ്മം ചെയ്യുന്നവർക്ക്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അവയുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അല്ലാഹുവിങ്കൽ എത്തുന്നില്ല തന്നെ. പക്ഷേ നിങ്ങളിൽ നിന്നുള്ള ഭക്തി അവങ്കൽ എത്തുന്നതാണ്. നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന് നിങ്ങൾ അല്ലാഹുവിന് തക്ബീർ അഥവാ മഹത്വപ്രകീർത്തനം നടത്തുവാൻ വേണ്ടി അപ്രകാരം അവയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നബിയെ സുഹൃതവാന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. 37 വചനത്തിന്റെ വിശദീകരണം. ബലിമൃഗങ്ങളുടെ മാംസം വല്ലവർക്കും കൊടുത്തതുകൊണ്ടോ വിഗ്രഹങ്ങളുടെയും ദേവന്മാരുടെയും ആരാധകന്മാർ അവയുടെ പ്രസാദത്തിനു വേണ്ടി ചെയ്യാറുള്ളത് പ്രകാരം കുറെ രക്തം ഒഴുക്കിയതുകൊണ്ടോ മക്ക മുശ്രിക്കുകൾ കഅബയിൽ ചെയ്തിരുന്നതുപോലെ ബലിമൃഗങ്ങളുടെ രക്തം എവിടെയെങ്കിലും വാരി പുരട്ടുന്നതുകൊണ്ടോ ഒന്നും തന്നെ അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കുകയില്ല. മാംസമോ രക്തമോ അല്ല അല്ലാഹു സ്വീകരിക്കുന്നത്, അതവന് ആവശ്യവുമില്ല. എന്നാൽ ബലികർമ്മം മുഖേന മനുഷ്യൻ അവന്റെ ത്യാഗ മനസ്ഥിതിയും അല്ലാഹുവോടുള്ള ഭക്തിയും പ്രകടമാക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രീതിക്ക് കാരണമാകുന്നത്. അത് പ്രകടമാക്കുകയാണ് ബലികർമ്മം കൊണ്ടുദ്ദേശ്യം. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉന്നം വെച്ച് നിഷ്കളങ്കമായി ചെയ്യുന്ന ബലികർമ്മങ്ങളടക്കമുള്ള സൽക്കർമ്മങ്ങൾ മാത്രമേ അവങ്കൽ സ്വീകാര്യമാകുകയുള്ളൂ എന്ന് സാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ സംഭവത്തെ തുടർന്നാണ് പിന്നീട് ബലികർമ്മ സമ്പ്രദായം നടപ്പാക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ കൽപ്പനക്കും പ്രീതിക്കും വേണ്ടി മനുഷ്യൻ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെപ്പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് അത് മുഖേന അവർ പ്രകടമാക്കുന്നു. ആ നിലക്ക് ബലി ചെയ്യപ്പെടുന്ന മൃഗം കേവലം ഒരു നാമമാത്ര മൃഗമായിരിക്കാതെ കഴിയുന്നത്ര വിലപിടിച്ചതും ആകൃതിയിലും പ്രകൃതിയിലുമെല്ലാം തന്നെ ആകർഷകവും കോട്ടവും കുറവുമില്ലാത്തതും ആയിരിക്കുന്നതാവശ്യമാണ് എന്ന് അധികം ചിന്തിക്കാതെ തന്നെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബലി നടത്തൽ കേവലം അൽ ഇബാദാത്ത് ആരാധനാകർമ്മങ്ങളിൽ ഒന്നാകൊണ്ട് ആ കർമ്മം നടത്തേണ്ടുന്ന രൂപവും അതിൻ്റെ മര്യാദകളും അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച മാതിരി തന്നെ ആയിരിക്കേണ്ടതുമാണ്. ഇതൊന്നും ആലോചിക്കേണ്ടതില്ലെന്നോ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ തോലോ ഒന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ലെന്നോ ഈ വക സംഗതികളെക്കുറിച്ച് പരിഗണിക്കൽ വെറും ആചാരങ്ങളും ചടങ്ങുകളും മാത്രമാണെന്നോ ഈ ആയത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കാവതല്ല. ചിലർ ഇതിൽ നിന്ന് അങ്ങനെ സമർത്ഥിച്ചു കാണുന്നത് പ്രമാണപ്പെട്ട പല ഹദീസുകളുടെയും ശരിയായ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമത്രേ. ഉദാഹരണമായി, വ്യക്തമായ നിലയിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളവ, വ്യക്തമായ രോഗം പിടിപെട്ടിട്ടുള്ളവ, വ്യക്തമാം വണ്ണം കോട്ടം കാണുന്ന മുടന്ത്, പ്രായാധിക്യത്താൽ മേധസ് നഷ്ടപ്പെട്ടവ എന്നീ 4 ബലികർമ്മത്തിന് അഥവാ ഉളുഹിയത്തിന് കൊള്ളുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ബറാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റവാഹു അസ്ഹാബുസ്സുനൻ ബി ഇസ്നാദിൻ സ്വഹീഹ്. കണ്ണ്, ചെവി എന്നിവയെപ്പറ്റി
വല്ല കേടുപാടുകളും ഉണ്ടോ എന്ന് പ്രത്യേകം ഗൗനിക്കുവാനും മുടന്തുള്ളതിനെയും ചെവിയുടെ മുൻവശമോ പിൻവശമോ കീറിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനെയും ഇരുചെവികളും കീറിപ്പിളർന്നതിനെയും മുൻപല്ലുകൾ കൊഴിഞ്ഞു പോയിട്ടുള്ളതിനെയും ബലികർമ്മത്തിന് ഉപയോഗിക്കാതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചിരിക്കുന്നു. റവാഹു അഹ്മദ് വൽ അർബഅ. സ്ഥലദൈർഘ്യം ഓർത്ത് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 1-2 ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാം മേലുദ്ധരിച്ച പ്രകാരമാണ് ഈ ആയത്തിന്റെ സാരം എന്ന് സൂചിപ്പിച്ച ശേഷം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ തഫ്സീറിൽ ഏതാണ്ട് ഇങ്ങനെ പറയുന്നത് കാണാം. അപ്പോൾ ഇപ്പറഞ്ഞതിന്റെ അഥവാ ബലിമൃഗങ്ങളുടെ മാംസങ്ങളും രക്തവും അള്ളാഹുവിങ്കൽ എത്തുന്നില്ല, നിങ്ങളുടെ ഭക്തിയാണ് അവങ്കൽ എത്തുന്നത് എന്നു പറഞ്ഞതിന്റെ താൽപ്പര്യം കർമ്മങ്ങളിൽ നിഷ്കളങ്കത പാലിച്ചവന് അള്ളാഹുവിങ്കൽ നിന്നുള്ള സ്വീകരണം ശരിക്ക് ലഭിക്കുന്നതാണെന്ന് കാണിക്കലാണ്. സത്യാന്വേഷികളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇപ്പറഞ്ഞതിന് ഇതല്ലാതെ വേറൊരു പ്രത്യക്ഷമായ അർത്ഥവുമില്ല. 25-ാം വചനത്തിൽ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു ധിക്കാരത്തെപ്പറ്റി അഥവാ കഅബയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കുന്നതിനെപ്പറ്റി പറഞ്ഞുവല്ലോ. അവരുടെ അനേകം അക്രമങ്ങളിൽ ഒന്നായിരുന്നു അത്. തുടർന്നുകൊണ്ട് കഅബയുടെ സ്ഥാപനവും സ്ഥാപനോദ്ദേശ്യവും തങ്ങളുടെ വന്ധ്യപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതുമായുള്ള ബന്ധവും വിവരിച്ചു. ആ പുണ്യാലയത്തിൽ വെച്ച് നടത്തപ്പെടേണ്ടുന്ന പല കർമ്മങ്ങളെക്കുറിച്ചും അറബികളുടെ ശിർക്കുപരമായ കൈക്കടത്തലുകൾക്ക് വിധേയമായിരുന്ന ബലികർമ്മത്തെപ്പറ്റി പ്രത്യേകിച്ചും സംസാരിച്ചു. ബലികർമ്മത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യവും വ്യക്തമാക്കി. ഇങ്ങനെയുള്ള പരിപാവന കർമ്മങ്ങൾ ചെയ്യാനായി മക്കക്കാരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പുരാതന കാലം മുതൽക്കേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അതേ നാട്ടുകാരായ സത്യവിശ്വാസികളെ മാത്രം തടഞ്ഞുകളയുകയും അവിടെ ശിർക്കിന്റെ കർമ്മങ്ങൾ മാത്രം നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ അത് എന്തുമാത്രം ധിക്കാരമാണ്. 25-ാം വചനത്തിൽ അന്തർഭവിച്ചു കണ്ട ആ കനത്ത താക്കീതിന്റെ പ്രത്യാഘാതം അടുത്ത ആയത്തുകളിൽ പ്രത്യക്ഷപ്പെടുന്നു.